പാപ്പമാർ, അതായത് പ്രത്യേകിച്ച് ബെനഡിക്ട് 16 പാപ്പ, ഫ്രാൻസിസ് പാപ്പ, രണ്ടുപേരുടെയും നിയമന സമയത്ത് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് അച്ഛൻ വത്തിക്കാനിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചൊരു വൈദികനാണ്. അതൊരു അപൂർവ ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കരുതുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ആകാംക്ഷ, അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ഇറ്റലിയിലായിരിക്കുമ്പോൾ, വത്തിക്കാനിലായിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോഴും പാപ്പ മരിച്ചതിന് ശേഷവും അല്ലെങ്കിൽ കാലം ചെയ്തതിന് ശേഷവും വരുന്നുണ്ട്. അന്നുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു നേതാവ് മരിക്കുന്ന ഒരു രീതിയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വിഷമത്തോടുകൂടെ, ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെക്കുറിച്ച് നമ്മുടെ ബാല്യകാലം മുതൽ നമ്മൾ കണ്ടിരിക്കുന്നത്, നമ്മൾ കുർബാനയിൽ കേട്ട് ശീലിച്ചിട്ടുള്ള പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ. അപ്പോൾ അദ്ദേഹം രോഗാവസ്ഥയിലാവുന്നത്, അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ കോൺക്ലേവ് നടക്കുന്നതും ഈ പാപ്പാമാരുടെ തിരഞ്ഞെടുപ്പെല്ലാം വരുന്നത് നോമ്പ് കാലത്തിനും പെസഹാകാലത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ ഈ 3 പേരുടെ, ജോൺ പോൾ രണ്ടാമൻ മരിക്കുന്നത്, പിന്നെ ബെനഡിക്ട് 16 തിരഞ്ഞെടുക്കുന്നത്, പിന്നെ അടുത്ത് ഫ്രാൻസിസ് പാപ്പ വരുന്നതും ആ കാലഘട്ടം നോക്കുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. എന്താ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി പോലെയോ അല്ലെങ്കിൽ ലെൻറ്റിനടുത്ത് വരുന്നു, അതെ, ഈസ്റ്ററിനടുത്തുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കോൺക്ലേവ് പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ രോഗാവസ്ഥയിലാകുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ രോഗാവസ്ഥയിലായിരുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ കൊളോണിൽ ആഗോള യുവജനങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ പാപ്പ പോകുന്ന പ്രതീക്ഷയോട്, കാരണം ഇത് നമ്മൾ ഈ സാധാരണ ഇതിൽ നമ്മൾ വയസ്സായ ഒരു വ്യക്തിയും സ്വാഭാവികമായിട്ട് മരിക്കും, എല്ലാവർക്കും അറിയാം എല്ലാവരും പോലെ മരിക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും ഈ പ്രതീക്ഷയുടെ പ്രാർത്ഥന, ഈ ജാഗരണ പ്രാർത്ഥനകൾ തന്നെ നടത്തുകയാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ. പ്രാർത്ഥനാപൂർവ്വമായിരിക്കുന്ന പ്രത്യേകിച്ച് യുവതിയുവാക്കളൊക്കെ ഇതിനുവേണ്ടി സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയവരെ മനസ്സിലായി. ഇപ്പോൾ പാപ്പയുടെ സമയത്ത് ജനിച്ച കുട്ടികൾ ആ ഒരു കാലഘട്ടത്തിൽ വയോധികനായ ഒരു പാപ്പ മരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോഴത് പാപ്പയോടുള്ള സ്നേഹം, ഇപ്പോൾ ലോകത്തിലെ പല നേതാക്കൾക്കും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് അപ്പോൾ ആ ആധ്യാത്മിക പിതാവിന് കിട്ടുന്നത്. അവിടെ വന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കും, ജപമാലയോടുകൂടെ പ്രാർത്ഥിക്കും. അത് എല്ലാ മാധ്യമങ്ങളും, അത് നമ്മുടെ കത്തോലിക്ക മാധ്യമങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യമുണ്ട്. പലരുടെയും ഒരു മാനസാന്തരത്തിനുള്ള ഒരു അവസരം പോലുമുണ്ട്. കാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഏതെങ്കിലും പഴയ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥനാ സമയത്തൊക്കെ ആണെങ്കിൽ വഴിയരികിൽ നിന്ന് കുമ്പസാരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ ബെനഡിക്ട് 16 ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത 12 പീയൂസിന് ശേഷമാണ് നമ്മൾ കൂടുതൽ ഈ പാപ്പമാരെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാപ്പയും അനന്യരാണ്. കാരണം അവരുടേതായ ഒരു തനിമ ഉണ്ട് ഓരോ പാപ്പയ്ക്കും. അപ്പോൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബെനഡിക്ട് 16 ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് മാധ്യമങ്ങൾ പലതുമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനും വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു പ്രാർത്ഥന, നമ്മൾ ജാഗരണം നടത്തിയപ്പോൾ ഞാൻ ആ പ്രാർത്ഥന ഇപ്രകാരം, നമ്മുടെ സെമിനാറിൽ വൈകുന്നേരം തൊട്ട് രാവിലെ ഒരു പ്രാർത്ഥന, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ദിവ്യാറിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് സൈലൻറ്റ് പ്രയറാണ്, ഓരോരുത്തർക്കും ഓരോ ടൈം ഷെഡ്യൂൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എഴുതി തന്നെ വെച്ചിട്ടുണ്ട് ഡയറിയിലുള്ള. ഒക്കെ കർത്താവെ, അങ്ങേക്കറിയാം അങ്ങയുടെ സഭയെ നയിക്കേണ്ടത് ആരാണെന്ന്, നീ തന്നെ തിരഞ്ഞെടുക്കുക. മാധ്യമങ്ങൾ പലരും പറയും, എന്നാൽ തന്നെ അങ്ങേക്കറിയാം ആരാണ് വരേണ്ടതെന്ന്. കൃത്യമായിട്ട് ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ലോകത്ത് പല മാധ്യമങ്ങളും പലരുടെയും പേരുകൾ വന്നെങ്കിലും ബെനഡിക്ട് 16 പേര് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒരു അന്ന് കർദിനാൾ, ഞാൻ ഓർക്കുന്നില്ല റുയിനിയാണോ ആരാണെന്ന് ഓർക്കുന്നില്ല, ഒരു ഡിക്കൻ അല്ല ഫ്രഞ്ചുകാരനായ ഒരു കർദിനാളായിരുന്നു, പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞ പേര് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം, കൈയടിക്കുന്നു, ജർമ്മൻ പാപ്പയാണ്, കാരണം സുപരിചിതമായ പേര്. പക്ഷേ ഫ്രാൻസിസ് പാപ്പയുടെ കാര്യം വരുമ്പോൾ ആ പ്രഖ്യാപനം നടക്കുമ്പോൾ നിശബ്ദതയായിരുന്നു. ഒരു പക്ഷേ ആ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൈയടി ഒന്നുമില്ല, ഒരു നിമിഷം അങ്ങനെ നിശബ്ദത. പിന്നീട് കൈയടിക്കുന്നത്, കാരണം ആരാണ് ആ പേര്, ഹോർഹെ മാരിയോ ബെർഗോളിയോ, ആർക്കും പരിചയമില്ലാത്ത പേര്. ലാറ്റിൻ അമേരിക്കൻ സ്റ്റുഡൻസിന് അറിയാം, കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താണ്, ബോണസ് ഐറസിലെ ആർച്ച് ബിഷപ്പാണെന്ന്. അങ്ങനെ അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് അവിടെ പിന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അവിടെയും ഈ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആദ്യം മാധ്യമങ്ങളുടെ ശ്രദ്ധ ഒന്നും കിട്ടിയിട്ടിരുന്നില്ല. ആദ്യം ഒന്നാമതായി വരും, നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും കർത്താവ് നിശ്ചയിച്ച വ്യക്തി, പരിശുദ്ധാത്മാവ് നിശ്ചയിച്ച ഒരു വ്യക്തി മാത്രം, പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തനം തന്നെയാണ് ഇതിനകത്തുള്ളത്.